കൂട്ടുകാരെ ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? കായാണ് കേട്ടോ, നേന്ത്രക്കായാണ്. അപ്പോൾ ഞാനിത് മോര് കൂട്ടി കറി വയ്ക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാനിത് ഇത്തിരി കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു, അതിൻ്റെ കുറച്ച് കറകളൊക്കെ ഇട്ടാൻ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെള്ളം കൂടി ഒഴിച്ച് ഞാൻ കുക്കറിൽ വെച്ച് വേവിക്കുകയായിരുന്നു. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചായിരുന്നു, ജീരകവും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് തേങ്ങ അരച്ചത്. അപ്പോൾ നമ്മളത് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉള്ളി മൂപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മോരൊഴിച്ചായിരുന്നു, മോരൊഴിച്ച് ഞാൻ ചൂടാക്കിയായിരുന്നു കേട്ടോ മുന്നേ. അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ കായ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തായിരുന്നു, കായയിൽ ഉപ്പ് പിടിക്കാനായിട്ട്. അപ്പം ഇപ്പോൾ ഇത് തേങ്ങയും അതുപോലെ തന്നെ മോരുമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ ചാറുകറിക്ക് ഒരു കൂട്ടുകറി എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ ബീട്രൂട്ട് ഞാൻ ഒരെണ്ണം വലുതുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഞാൻ ഒരു കിഴങ്ങും കൂടി എടുത്തു കേട്ടോ, ഉരുളൻകിഴങ്ങാണേ. അപ്പോൾ അതിലേക്കൊരു 2 പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തു. പിന്നെ അതിലേക്ക് ഇച്ചിരി വേപ്പിൻ്റെ ഇലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് മെഴുക്ക് പുരട്ടിയാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഴുക്ക് പുരട്ടി കേട്ടോ, ചേട്ടന് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നേരത്തെ എനിക്കതിനോട് ആദ്യം വലിയ താല്പര്യമില്ലായിരുന്നു, ഇപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെഴുക്ക് പുരട്ടി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ കറികൾ ഇതൊക്കെയാണ് കേട്ടോ. താങ്ക് യു.